മുരളി എന്ന് പറഞ്ഞ ആളാണ് കത്ത് അയച്ചിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ നിന്നാണ് ഈ കത്ത് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പഴയ വീട് ഞാൻ വിലയ്ക്ക് വാങ്ങി. അന്ന് വാസ്തു നോക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ വാസ്തു സംബന്ധമായ പ്രോബ്ലം ഉണ്ടോ എന്നൊരു സംശയം തോന്നുന്നു. ഇതിൻ്റെ പ്ലാൻ ഞാൻ കൈകൊണ്ടാണ് വരച്ചത്. അളവുകളെല്ലാം എഴുതിയിട്ടുണ്ട്. ദയവായി മറുപടി തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു വീട് സെക്കൻഡ് ഹാൻഡ് വീട് വിലയ്ക്ക് വാങ്ങിച്ചതാണ്. നമ്മൾ നേരത്തെയുള്ള എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട്, പഴയ വീട് നമ്മൾ ചിലപ്പം ആൾക്കാർ പല ആവശ്യങ്ങൾ കൊണ്ടായിരിക്കാം വയ്ക്കുക. കാരണം എന്തെങ്കിലും ഒരു റീസൺ കാണും. അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം വീട് വിറ്റ് നാട് വിട്ട് വേറെ എവിടെയെങ്കിലും എബ്രോഡിലെല്ലാം പോകാനായിരിക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ റീസൺ ഉണ്ടാവും. അപ്പം വാസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു വീട് നമ്മുടെ ഒരു ആഗ്രഹപ്രകാരം പണിഞ്ഞിട്ട് അത് നമുക്ക് രണ്ടാമത് വിൽക്കേണ്ടി വരുമ്പോൾ അതിനകത്ത് വാസ്തു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള തകരാറുണ്ടാവും. ഒന്നുകിൽ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, അല്ല തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഹാപ്പിനെസ്സുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടായിരിക്കാം. അതെന്താണോ ആ വിഷയം എന്താണെങ്കിലും രണ്ടാമത് വാങ്ങിക്കുന്ന ആൾ ആ വിഷയം സോൾവ് ചെയ്യണം. എങ്കിലേ സുഖകരമായിട്ടുള്ളൊരു ലൈഫിലേക്ക് നമുക്ക് താമസിക്കാൻ പറ്റത്തുള്ളൂ. ഒരു വീട് നമ്മളിപ്പം ഒരു 500 സ്ക്വയർ ഫീറ്റ് ആയാലും 750 സ്ക്വയർ ഫീറ്റ് ആയാലും 1000 സ്ക്വയർ ഫീറ്റ് ആയാലും 3000 സ്ക്വയർ ഫീറ്റ് ആയാലും നമ്മൾ വീട് വെച്ച് താമസിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കയറുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടാവണം. നമ്മുടെ എല്ലാ ഉയർച്ച അതിൽ നിന്നുണ്ടാവണം. കടങ്ങൾ വരരുത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ട് നമുക്ക് അതിനകത്ത് ഇരുന്നെങ്കിലല്ലേ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് സെക്കൻഡ് ഹാൻഡ് വീടാണ്. അപ്പോൾ ആക്ച്വലി ഇതിനകത്ത് സെക്കൻഡ് ഹാൻഡ് വീടായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓൾറെഡി പ്രോബ്ലം ഉണ്ട്. ഇവർ ഈ രണ്ടാമത് വീട് വാങ്ങിച്ചപ്പോൾ ഒരിക്കലും ഈ വീടിൻ്റെ പ്രശ്നങ്ങളൊന്നും അവർ മുൻപുണ്ടായിരുന്ന വിഷയങ്ങളൊന്നും അവർ തീർത്തിട്ടില്ല. ഇതിൽ ഒന്നാമത്തെ വിഷയമായിട്ട് വരുന്നത് ഇത് ചുറ്റളവാണ്. ചുറ്റളവ് തെറ്റാണ്. കാരണം ചിലപ്പോഴും ചില ചുറ്റളവുകൾ നമ്മൾ എടുക്കാറേ ഇല്ല. അപ്പോൾ ആ ഒരു ചുറ്റളവിലൊക്കെ കിടക്കുമ്പം അതിൽ ഏതിലളവാണോ അതനുസരിച്ചുള്ള നെഗറ്റീവ് അവരെ ബാധിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഇവർ എന്നെങ്കിലും ഒരു ആൾട്ടർനേഷൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റളവുകൾ ക്ലിയർ ആക്കി കൃത്യമായിട്ടുള്ള കണക്കിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു വിഷയം വെച്ചാൽ, ഈ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഒരുപാട് സ്പേസ് കിടപ്പുണ്ട്. കാരണം വെച്ചാൽ വീട് മാക്സിമം ഈസ്റ്റിലോട്ടാണ് ഇറങ്ങിയത്. കാരണം കിഴക്കോട്ട് ദർശനമുള്ള വീടാണ്. അപ്പം മാക്സിമം ഈസ്റ്റിലോട്ട് നീക്കി വെച്ചിരിക്കുകയാണ്. ബാക്കിലോട്ട് സ്പേസ് കിട്ടണമെന്ന് വിചാരിച്ചായിരിക്കാം ചെയ്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വീട് സ്ഥാനത്തല്ലാത്ത ഒരവസ്ഥയാവും. നമ്മൾ വീടിൻ്റെ കുറ്റിയൊക്കെ അടിക്കാൻ കണ്ടില്ല, മാക്സിമം കന്നിമൂലം എന്നാണ് അടിച്ചു തുടങ്ങുക. അപ്പം പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും ഈസ്റ്റ് ഭാഗത്തൊക്കെ വിടേണ്ട ഒരു സ്പേസ് ഉണ്ട്. എങ്കിലേ വീട് കറക്റ്റ് ബാലൻസിങ് നിൽക്കത്തുള്ളൂ. അപ്പോൾ അവർ മതിൽ കെട്ടുമ്പം വീടിനകത്തുള്ള മുറ്റത്തിൻ്റെ ചുറ്റളവൂടെ കണക്കാക്കി മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും സ്പേസ് കറക്റ്റായിരിക്കും. എങ്കിൽ മാത്രമേ വാസ്തുവിൻ്റെ ബലം കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ എന്താണെന്നറിയോ, ഈസ്റ്റ് ഭാഗത്തോട് മാക്സിമം വീട് കയറി നിൽക്കുക. തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഇതിൻ്റെ 3 ഇരട്ടി മേളിൽ സ്ഥലം കിടപ്പുണ്ട്. അപ്പം വീട് ഒരുപാട് മുന്നിൽ നിൽക്കുമ്പം ബാലൻസിങ് കറക്റ്റ് ആവില്ല. അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു കിണർ കിടപ്പുണ്ട്. കാരണം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണറിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന കിണറെന്നല്ല, എന്ത് വന്നു കഴിഞ്ഞാലും ഫൈനാൻഷ്യലി നമുക്ക് കടം കയറും. അപ്പം നമുക്ക് ചിലപ്പം ഒരു മാസം നല്ലൊരു ഇൻകം ഉള്ള ആളായിരിക്കാം. പക്ഷേ ആ വരുന്ന ഇൻകത്തിൻ്റെ 2 ഇരട്ടി കൂടുതൽ നമുക്ക് ചിലവ് വന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അത് ക്ലിയർ ചെയ്യണം. അതുപോലെ ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്ത് മിസ്സിങ് കോർണറായിട്ടുണ്ട്. ആ ഒരു ഭാഗം സ്ക്വയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വാസ്തു സംബന്ധമായിട്ട് ചെറിയ വാസ്തു ദോഷങ്ങളുള്ള ഭൂമിയായിട്ടാണ് കാണുന്നത്. ഏതെങ്കിലും കർമ്മിയെ കൊണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിക്കുക. അതിൻ്റെ കൂടെ ഇപ്പോൾ ഇദ്ദേഹത്തിന് കണ്ടകശനിയുടെ സമയം കൂടാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ലപോലെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. കാരണം 7-ലെ ശനിയാണ്. ഫാമിലി ഇഷ്യൂസുകളും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ വരാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നല്ല പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്യുമ്പോൾ വാസ്തു സംബന്ധമായിട്ടുള്ള വിഷയം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഇവിടെ സുഖമായിട്ട് താമസിക്കുന്നതിന് പറ്റുകയും ചെയ്യും. മറ്റു ദോഷങ്ങളൊന്നും കാണുന്നില്ല. ക്ലിയർ ചെയ്യുക. നന്ദി ഡിനി സാർ. നമ്മളിപ്പോൾ ഒരു വീട് ചിലപ്പം വിലയ്ക്ക് മേടിക്കുമ്പോൾ ചിലപ്പോൾ ആ വീടിന് എന്തെങ്കിലും സാമ്പത്തിക പരാധീനതകളുള്ളതായിരിക്കാം ആ വീട് വെച്ചതിൻ്റെ പേരിൽ. അങ്ങനെയുള്ളൊരു വീട് നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് നമുക്ക് നല്ലതാണോ ദോഷമായിട്ടായിരിക്കും നമുക്ക് വരിക? അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? അല്ല, നമ്മളൊരു വീട് എന്തായാലും ഒരു വീട് വെക്കുന്ന സമയത്ത് എന്തായാലും വീടിന് ലോണുകളുണ്ടാവും. ഇപ്പോൾ ആരും ഫുൾ പേയ്മെൻറ്റ് വെച്ചിട്ട് ഒരിക്കലും നമുക്കൊരു വീട് പണിയാനായിട്ട് ബുദ്ധിമുട്ടാകും. പക്ഷേ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വീട്, ഇപ്പോൾ ഒരു 15 വർഷം പഴക്കമുള്ള വീടിന് ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലോൺ ഒരിക്കലും തീരുന്നില്ലല്ലോ. അപ്പം നമുക്കത് വാങ്ങിക്കുന്നുണ്ട്, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ സാമ്പത്തികപരമായിട്ട് നമുക്ക് അധിക ചെലവ് വരുത്തുന്ന കുറേ വാസ്തു ദോഷങ്ങളുണ്ടാവും. ചിലപ്പോൾ ചുറ്റളവിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രത്യേക ഏതെങ്കിലും ചില ഏരിയയിൽ വാട്ടർ കണ്ടൻസ് വരുന്നുണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിൻ്റെ സൈസ് കറക്റ്റ് ആവണമെന്നില്ല. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ വെളിയിലെ ചുറ്റളവെല്ലാം നമ്മൾ കറക്റ്റാണെന്ന് വെച്ചു, നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ അളവ് തെറ്റാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ നമ്മളെ കൂടുതലും ബാധിക്കും. കാരണം വെച്ചാൽ നമ്മൾ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ബെഡ്റൂം ആയിരിക്കും. ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ ആ ബെഡ്റൂമിലായിരിക്കും ഉറങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് ടോയ്ലറ്റിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അളവിൻ്റെ വിഷയങ്ങളോ ബീമിൻ്റെ വിഷയങ്ങളോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ എഫക്റ്റ് ചെയ്യും. അപ്പം വീടിന് ലോണുള്ള ഒരു വീട് നമുക്ക് വാങ്ങിക്കണം എന്നൊന്നും ദോഷമൊന്നുമില്ല.
പക്ഷേ അതിൻ്റെ പേപ്പേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക. പക്ഷേ അതിനകത്ത് വാസ്തു സംബന്ധമായിട്ട് കടം കയറുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതിൽ വരുമാനത്തിൽ കൂടുതൽ ചിലവ്, ചിലപ്പം ചില ചുറ്റളവുകളോ അയവയൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ വരുന്ന പൈസയെ കൂടുതൽ നമുക്ക് ചിലവും. 100 രൂപ കിട്ടുമ്പോൾ നമുക്ക് 150 രൂപ ചിലവാണെങ്കിൽ നമുക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറയില്ല, ഇപ്പോൾ ഒരാളുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് ഇത്ര വർഷം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ലോൺ അടച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഒരു പ്രായം കഴിയുമ്പം നമ്മളെല്ലാം ഒന്ന് സെറ്റിൽ ആവണ്ടേ. ലോണൊക്കെ എല്ലാവർക്കും ഉണ്ടാകും വീട്ടിലെടുക്കുമ്പോൾ. പക്ഷേ അത് അടച്ചു പോയി കൃത്യമായിട്ട് പോയി അതങ്ങ് തീർക്കാണ് വിഷയമില്ല. പിന്നെ അതിൻ്റെ പേരിൽ നമ്മൾ ലോൺ എടുത്ത് വരുമ്പം എന്തെങ്കിലും പ്രോസ്പെരിറ്റി നിൽക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആ വീടിനുണ്ടാവും. അത് ക്ലിയർ ചെയ്യുമ്പോൾ ആ വിഷയം മാറിപ്പോവുകയും ചെയ്യും. ചിലപ്പം ലാൻഡിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷമായിരിക്കും, ചിലപ്പോൾ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷമായിരിക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ ആ ഗ്രഹനാഥൻ്റെ ജാതകത്തിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസുകൾ കാണാം, അല്ലെങ്കിൽ ഏകസമയം മോശമായിരിക്കാം. അപ്പോൾ അതെന്താണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അത് സോൾവ് ചെയ്യും. അതിൻ്റെ വിഷയങ്ങൾ മാറിക്കിട്ടും. പിന്നെ ജാതകത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പോൾ സമയം മോശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് പോയി പതുക്കെ എൻ്റെ കാഠിന്യം കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകുക.